Hi students, welcome to our online class. So, we have a gap. So, anyway, let us continue our sessions. Listen to me. So, we have last potential formulas. Potential is the bhagatana. So, we have okay. In the class, we line charge potential. We derive this. In the spherical shell, potential derive. That is Laplace equation. Right. So anyway, today we are going to discuss the potential due to a uniformly charged spherical shell. Right. അപ്പോൾ ഒരു spherical shell ആണ് ഇന്നത്തെ example. Okay. Infinite length ഉള്ള ഒരു line charge നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി spherical shell നോക്കാം. Okay. So listen. എങ്ങനെയാണെങ്കിലും നമ്മൾ spherical shell വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? അതിന്റെ outside potential കാണേണ്ടി വരും. Potential on the surface of sphere കാണേണ്ടി വരും. Potential inside the sphere കാണേണ്ടി വരും. അല്ലേ? Shell ആണ്. So we need to find all these three things. So listen. So I will draw a spherical shell right here of radius capital letter R. Listen. Capital letter R ആണ് അതിന്റെ radius. Clear അല്ലേ? Fine. Now ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം ഞാൻ കാണാൻ പോകുന്നത് ഈ സ്പിയറിന്റെ ഔട്ട്സൈഡ് ഉള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും. ഓക്കെ, ടു ഡു ദാറ്റ് അപ്പോൾ ഫസ്റ്റ് ഔട്ട്സൈഡ് ദി ഷെൽ ആണ്. ഓക്കെ, ഔട്ട്സൈഡ് ദി ഷെൽ. ഫൈൻ. ഫസ്റ്റ് കേസ് ഔട്ട്സൈഡ് ദി ഷെൽ. എന്താ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ? വി നോ potential, the basic definition of potential that we know, V equal to integral from reference point to point in space. നമ്മൾ ഏത് പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണോ കാണുന്നത് ആ പോയിന്റ്, I will call it as R എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഞാൻ ഈ R ഡിസ്റ്റൻസ് അകലെ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ് എനിക്ക് കാണേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക്. സോ ഔട്ട്സൈഡ് പോയിന്റ് ആണല്ലോ അല്ലേ? R ഡിസ്റ്റൻസ് അകലെയല്ലേ? സോ ഇൻഫിനിറ്റിയിൽ നിന്ന് റഫറൻസ് പോയിന്റിൽ നിന്നും ഞാൻ ആറിലേക്കാണ് എത്തിക്കേണ്ടത്. ക്ലിയർ അല്ലേ? സോ റഫറൻസ് പോയിന്റ് ടു R E dot dl. So this was the basic definition for potential. Clear? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, കുറേ പക്ഷേ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? റൈറ്റ്. എനിവേ, for this particular problem definitely I can take the reference point as infinity. കഴിഞ്ഞ ക്ലാസ് നമ്മൾ റെഫറൻസ് പോയിന്റ് മാറി ഒരു എക്സാമ്പിൾ ചെയ്തായിരുന്നു, ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ? ലൈൻ ചാർജിൻ്റെ റെഫറൻസ് പോയിന്റ് ഇൻഫിനിറ്റി ആയിരുന്നില്ല, ലോഗ് ഇൻഫിനിറ്റി നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു റെഫറൻസ് പോയിന്റ് എടുത്തിട്ടാണ് ചെയ്തത് അല്ലേ? ഓർമ്മ ഉണ്ടാവും, എ എന്ന് പറഞ്ഞിട്ട്. യെസ്. എനിവേ, ഹിയർ ഐ ആം ടേക്കിംഗ് മൈ റെഫറൻസ് പോയിന്റ് ആസ് ഇൻഫിനിറ്റി. സോ ഹിയർ ഐ ക്യാൻ റൈറ്റ് വാട്ട്? ഇൻഫിനിറ്റി. ക്ലിയർ? നൗ ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇയും ഡി എല്ലും അറിയണം. ഇ ഡോട്ട് ഡി എൽ കാണണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? സിമ്പിൾ. സോ വി ആർ ഗോയിങ് ടു ഇവാലുവേറ്റ് ദിസ് ഇൻ്റഗ്രേഷൻ ബൈ പെർഫോമിങ് ഫസ്റ്റ് ദിസ് ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പം ഇ എന്താ? ഒരു സ്പെറിക്കൽ ഷെല്ല് കാരണം ആ ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡിനുള്ള എക്സ്പ്രഷൻ നമ്മൾ മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഗോസ് ലോയുടെ അപ്ലിക്കേഷൻ പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനല്ല, നിങ്ങളത് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ഞാൻ മറ്റേതോ എക്സാമ്പിളാണ് ചെയ്തത്. റൈറ്റ്. സോ എനിവേ, യു ഹാവ് ഗോട്ട് ഇലക്ട്രിക് ഫീൽഡ് ആസ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഇ ഈക്വൽ ടു 1/4πε0 Q അല്ലേ? ടോട്ടൽ ചാർജ് ഓൺ ദിസ് ഷെല്ലാണ് Q എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിക്കണം, ഈ സ്പിയറിലുള്ള ടോട്ടൽ ചാർജ് ആണ് Q. Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ R ക്യാപ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു സ്പിയർ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്പിയറിൻ്റെ എന്താ പറയുക ടോട്ടൽ ചാർജ് ആണ് Q. ആ Q മൊത്തം ഒരു പോയിന്റിൽ
കോൺസെൻട്രേറ്റ് ചെയ്താൽ എങ്ങനെയാണോ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക അതേപോലത്തെ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ ലിസൺ ടു മീ. ഇ കിട്ടി. വാട്ട് വാസ് ഡി എൽ? ഇതൊന്നും ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലേ. ഡി എൽ എന്തായിരുന്നു ഒന്ന് പറഞ്ഞോട്ടെ. ഡി ആർ ആർ കെ പ്ലസ് ആർ ഡി തീറ്റ തീറ്റ കെ പ്ലസ് ആർ സൈൻ തീറ്റ ഡി ഫൈ ഫൈ ക്യാപ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡി എൽ. ഇനി എന്ത് കാണണം? ഇ ഡോട്ട് ഡി എൽ പെർഫോം ചെയ്യണം. പെർഫോം റൈറ്റ് ഹിയർ. ഇവിടെ തന്നെ കണ്ടോ? എന്നിട്ട് നമുക്ക് അവിടെ കൊടുക്കാം ഇ ഡോട്ട് ഡി എൽ. വാട്ട് വാസ് ഇ ഡോട്ട് ഡി എൽ? വാട്ട് വാസ് ഇ ഡോട്ട് ഡി എൽ? നോക്കുക, ഇത് ഡോട്ട് ഇതെടുക്കുമ്പോൾ കുറേ പ്രാവശ്യം റിപ്പീറ്റഡ്ലി പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. എങ്ങനെയാണ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക? ഇവിടെ ആർ ക്യാപ്പും ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ 1 ആണ്. ബാക്കി ആർ ക്യാപ്പ് തീറ്റ ക്യാപ്പ് എടുത്താലും ആർ ക്യാപ്പ് ഫൈ ക്യാപ്പ് എടുത്താലും 0 ആയതുകൊണ്ട് ആകെ ഇവിടെ റിമൈൻഡ് ചെയ്യുന്ന ടേം എന്ന് പറഞ്ഞാൽ 1/4πε0 Q/r². ആർ ക്യാപ്പ് ഡോട്ട് ആർ ക്യാപ്പ് 1 ആണ്. ബാക്കി ഇവിടെ ഡി ആർ ഉണ്ട്. ഡി ആർ റൈറ്റ്. സോ I am substituting this value, the dot product value right here. Then potential is equal to infinity to r. E dot dl എന്താണ്? 1/4πε0 Q/r² dr. Definitely Q/4πε0 is a constant that can be taken outside of the integration. Then Q/4πε0 integral infinity to r. ബാക്കി എന്താ? 1/r² dr. Very simple. This integration could be easily evaluated. ഒരു +2 കുട്ടി ചെയ്യുന്ന ഇൻ്റഗ്രേഷൻ ആണ് അല്ലേ. അവിടെ നിങ്ങൾ എക്സൽ ആണെങ്കിൽ ഇവിടെ r ലൈൻ മാത്രം, നോ പ്രോബ്ലം. സോ ദിസ് ഈസ് ഈക്വൽ ടു Q/4πε0. ഒന്ന് പറഞ്ഞാണി. ഇത് ഇൻ്റഗ്രേറ്റ് എന്താ വരിക? ഇത് r⁻² വരും അല്ലേ. അപ്പോൾ r⁻² + 1/-2 + 1. അപ്പോൾ r⁻1 ഡിവൈഡ് ബൈ -1 വരും, അഥവാ -1/r. ഓക്കെ, ഇൻഫിനിറ്റി ടു r. ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു, ലിമിറ്റ്സ് കൊടുത്തു. ദിസ് ഈസ് ഈക്വൽ ടു Q/4πε0. ശ്രദ്ധിക്കുക, r കൊടുത്താൽ -1/r, -∞ കൊടുത്താൽ 0 ആണ് അല്ലേ. അപ്പോൾ ഇതെന്താ ഉത്തരം വരിക? ഇൻറ്റു -1/r. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഫൈൻ. സോ ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. എടോ, പൊട്ടൻഷ്യലിൻ്റെ ഈ എക്സ്പ്രഷനിൽ മുന്നിൽ മൈനസ് ഇല്ലായിരുന്നു. ഡു യു റിമെമ്പർ ദാറ്റ്? ഓക്കെ, നിങ്ങൾ പലർക്കും അത് ഇപ്പോൾ മനസ്സിൽ ഓടിയിട്ടുണ്ടാവും. ഞാൻ ഈ എക്സ്പ്രഷൻ എഴുതിയപ്പോൾ ഇവിടെ എൻ്റെ ഒരു മൈനസ് മിസ്സായി പോയിട്ടുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ദർ ഇസ് എ മൈനസ് അല്ലേ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V = മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു സം പോയിന്റ്, അല്ല റെഫറൻസ് പോയിന്റ് ടു സം പോയിന്റ് E ഡോട്ട് ഡി എൽ ആണ് അല്ലേ. ഇവിടെ മൈനസ് ഉണ്ട്. ഐം സോറി, ഐ മിസ്ഡ് എ മൈനസ് സൈൻ. സോ ഹിയർ മൈനസ് ആൻഡ് മൈനസ് ബിക്കം പോസിറ്റീവ്. ദെൻ Q/4πε0r. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഔട്ട്സൈഡ് പൊട്ടൻഷ്യൽ കിട്ടി. ഒരു ചെറിയ ചേഞ്ച് കൂടെ ഞാൻ വരുത്തട്ടെ. സപ്പോസ് ദാറ്റ് ഈ ഷെല്ലിൻ്റെ ടോട്ടൽ ചാർജ് അതാണല്ലോ Q, അതെങ്ങനെ കിട്ടും? ഇതിൻ്റെ സർഫേസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് വിചാരിക്കും. ഓക്കെ, ഇഫ് ദ സർഫേസ് ചാർജ് ഡെൻസിറ്റി ഈസ് സിഗ്മ, ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ് ഓൺ ദിസ് ഷെൽ? എങ്ങനെയാണ് കാണുക? എന്താ സർഫേസ് ചാർജ് ഡെൻസിറ്റി? ചാർജ് ഇപ്പോൾ യൂണിറ്റ് ഏരിയ സിഗ്മ ചാർജ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഏരിയയിൽ എത്ര ചാർജ് ഉണ്ടാവും? സിഗ്മേനെ ടോട്ടൽ ഏരിയയോട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ ടോട്ടൽ ചാർജ് Q ആണ്. അപ്പോൾ അതിൻ്റെ സിഗ്മ യൂണിറ്റ് ഏരിയയിലേന എന്ത് ചെയ്യണം? ഇതിൻ്റെ മൊത്തം ഏരിയ 4πr² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ദി ടോട്ടൽ ചാർജ് ഓൺ ദിസ് വാട്ട് ഷെൽ. ഓക്കെ, സോ ദെൻ ഇൻസ്റ്റെഡ് ഓഫ് Q I could write sigma 4πR² divided by 4πε0r. 4π get cancel. What you get is sigma r²/ε0r. Okay, so this is the final answer. This is the potential due to a spherical shell outside the shell. Okay,
പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ് ദി ഷെൽ. റൈറ്റ്, മറക്കരുത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ നിന്നൊരു കുഴപ്പമില്ല. ഇവിടെ ഒരു മൈനസ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. യു ഷുഡ് ബി വെരി കെയർഫുൾ ദാറ്റ്. ഓക്കെ, ഓൺ ദാറ്റ്. അപ്പോൾ മൈനസ് ഇട്ട് നമ്മളിങ്ങനെ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്ന് ഫൈനലി വി ഗെറ്റ് ദിസ്. ഇനി സർഫേസ് കാണാം. ഓക്കെ, ലിസൺ, വ്യക്തമായിക്കട്ടെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സ്പെറിക്കൽ ഷെല്ല് കാരണം ഔട്ട്സൈഡിലെ ഇലക്ട്രിക് ഫീൽഡാണിത് അല്ലേ. എനിക്ക് കാണാൻ പോകുന്നത് എവിടെയാണ്? ഔട്ട്സൈഡ് ഷെല്ലല്ല, ഓക്കെ, സർഫേസ് ഓഫ് ദ ഷെല്ലാണ്. ഓക്കെ, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സർഫേസിലെ കാണുന്ന സമയത്തും ഞാൻ ചാർജിനെ ഇൻഫിനിറ്റിന്ന് സർഫേസിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ചാർജിനെ ബാധിക്കുന്ന ഫീൽഡ് ഏതാ? ഈ ഷെല്ലിൻ്റെ ഔട്ട്സൈഡ് ഫീൽഡ് തന്നെയല്ലേ. ദാറ്റ് മീൻസ് ഈ ഇലക്ട്രിക് ഫീൽഡ് തന്നെയല്ലേ അവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ അത് കാര്യം കൃത്യമായിട്ട് ബോധ്യപ്പെടണം. നിങ്ങൾ ഒരു ഇൻഫിനിറ്റി എന്നൊരു ചാർജിനെ ഈ ആർ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നിങ്ങൾ ഇ എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് ഫീൽഡിനാണ് എതിരെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സർഫേസിലൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാണെങ്കിലും സെയിം ഇലക്ട്രിക് ഫീൽഡിനെതിരെയല്ലേ വർക്ക് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ശരിക്കും ഇങ്ങനെ വേണമെങ്കിൽ ഈ ഔട്ട്സൈഡിൽ നിന്ന് വിളിക്കാം അല്ലേ. ഈ ഷെല്ല് കാരണം ഔട്ട്സൈഡിലെ ഇലക്ട്രിക് ഫീൽഡാണിത് അല്ലേ. അപ്പോൾ സർഫേസിലെ പൊട്ടൻഷ്യൽ കാണണമെങ്കിലും നിങ്ങൾ എടുക്കേണ്ട ഇലക്ട്രിക് ഫീൽഡ് ഈ ഔട്ട്സൈഡ് തന്നെയാണ്. ഓക്കെ, കാരണം പുറത്തൂടെ നമുക്ക് കൊണ്ടുവരുന്നത്. റൈറ്റ്, സോ പൊട്ടൻഷ്യൽ ഈസ് മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു, ഇവിടെ സർഫേസിലാവുമ്പോൾ ഈ ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആറിന് ഈക്വൽ അല്ലേ. ഔട്ട്സൈഡ് ആകുമ്പോൾ ആർ ഗ്രേറ്റർ ദാൻ ദിസ് ആർ ആണ്, റേഡിയസ് ആണ്. സർഫേസിലാവുമ്പോൾ ഈ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ ആർ ആണ്, റേഡിയസ് ആർ തന്നെയാണ്. ഓക്കെ, ഈ ഡോട്ട് ഡി എൽ ക്ലിയർ അല്ലേ. ഈ ഡോട്ട് ഡി എൽ എന്താ കിട്ടിയത് നമുക്കിനി? ഇവിടെ ഏതൊന്നും വേണ്ട, നേരിട്ട് പറഞ്ഞോ. 1 മൈനസ് പുറത്തുണ്ട്, ഇൻഫിനിറ്റി ടു ക്യാപിറ്റൽ ആർ എന്താ വരിക? 1/4πε0 Q/r² dr. ഇതല്ലേ വരിക. ഇത് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ റൈറ്റ്, നേരത്തെ ചെയ്തല്ലോ. എനിവേ ഈക്വൽ ടു മൈനസ് Q/4πε0 പുറത്തെടുത്തോളൂ. ബാക്കി ആരുണ്ടാവും? 1/r² dr ഉണ്ടാവും അല്ലേ. അതെന്താ? -1/r ഇൻഫിനിറ്റി ടു ക്യാപിറ്റൽ ആർ. ഈ മൈനസ് എന്തായി? പ്ലസ് ആയി. ഇവിടെ 1/r സ്ഥലത്ത് ക്യാപിറ്റൽ ആർ വരും. സോ Q/4πε0 1/r. ക്ലിയർ അല്ലേ? എന്ത് കൊടുക്കണം? ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് 6 കൊടുത്തു. മൈനസ് ഓൾറെഡി പോയി. അപ്പോൾ 1/R വരും. ആ ആറിനെ ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് എഴുതി. പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/∞0 ആണ്. ഓക്കെ, പിന്നെ കുഴപ്പമില്ല. റൈറ്റ്, സോ ദിസ് ഈസ് ദി ആൻസർ. ഇനി ക്യൂ എന്തായിരുന്നു? ടോട്ടൽ ചാർജ് അല്ലേ ഓൺ ദ സർഫേസ് ഓഫ് ഷെൽ. എത്രയാ? ഇതാണ്. അത് കൊടുത്താൽ എന്താ വരിക? ക്യൂ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് σ4πr² ഡിവൈഡ് ബൈ 4πε0 ക്യാപിറ്റൽ ആർ. അപ്പം നേരത്തെ ഇവിടെ സ്മോൾ ആർ ആയതുകൊണ്ട് ഔട്ട്സൈഡ് പൊട്ടൻഷ്യൽ കാണുമ്പോൾ ഇവിടെ സ്മോൾ ആർ ആയതുകൊണ്ട് ആ ആറും താഴത്താറും ക്യാൻസൽ ആവില്ലേനു. പക്ഷെ സർഫേസ് ആയതുകൊണ്ട് സ്മോൾ ആറിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ ആറാണ് വരുന്നത്. അപ്പോൾ ഒരു ആർ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. 4πയും ക്യാൻസൽ ചെയ്യും. സോ സിഗ്മ ഒരു ആർ ഇവിടെ ബാക്കിയുണ്ട്, ഡിവൈഡ് ബൈ 4πയും പോയി, ഒരു ക്യാപിറ്റൽ ആറും പോയി, ബാക്കി ε0. ഓക്കെ, അപ്പോൾ ഇതാണ് സർഫേസിലുള്ള പൊട്ടൻഷ്യൽ. ഓക്കെ, പൊട്ടൻഷ്യൽ ഓൺ ദി സർഫേസ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ SUR സർഫേസ്. ഓക്കെ, അങ്ങനെയൊക്കെ സൂചിപ്പിക്കാം. ക്ലിയർ അല്ലേ? ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു? റൈറ്റ്, അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു. നമുക്ക് ഇൻസൈഡ് നോക്കാം അല്ലേ. സർഫേസ് വലിയ പണിയൊന്നുമില്ല. ക്യാപിറ്റൽ ആർ മാറ്റി സ്മോൾ ആർ നേരത്തെ കിട്ടി ഇക്വേഷൻ കൊടുത്താൽ തന്നെ നമുക്കിത് കിട്ടും. ഓക്കെ, അതുകൊണ്ട് വലിയ പ്രയാസമുള്ള കാര്യമല്ല. നമുക്ക് ഇൻസൈഡ് നോക്കാം. അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്ന് സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇൻസൈഡുള്ള ഒരു പോയിന്റിലാണ്. ഇവിടെയാണ് നമ്മൾ ആദ്യം ഔട്ട്സൈഡ് കണ്ടു, സർഫേസ് കണ്ടു, ഇപ്പോൾ ഇൻസൈഡ് ആണ്. ഓക്കെ, ക്ലിയർ? യെസ്. ദെൻ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ, സ്മോൾ ആർ ആണ്, ഈ ഡോട്ട് ഡി എൽ. ഇവിടെ ശ്രദ്ധിക്കണം, ഈ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? നമ്മുടെ ക്യാപിറ്റൽ ആറിനേക്കാൾ ചെറുതാണ്. ശ്രദ്ധിക്കണം. ഇനി സ്വാഭാവികമായിട്ടും ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയാൽ അപ്പോൾ പൊട്ടൻഷ്യൽ 0 അല്ലേ എന്ന് വിചാരിക്കും. ഈ 0 ആയതുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നത് വലിയ തെറ്റിലേക്ക് എത്തും. നിങ്ങൾ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതും. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഷെല്ലിൽ 0 അല്ലേ, അങ്ങനെ എഴുതാലോ. പക്ഷെ ശ്രദ്ധിക്കണം,
നിങ്ങൾ ശരിക്കും ഇൻസൈഡിലെ പൊട്ടൻഷ്യലാണ് കാണുന്നതെങ്കിലും അതിന് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് മാത്രമാണോ ബാധിക്കുക? എന്താണ് പൊട്ടൻഷ്യൽ? ഒന്ന് ആലോചിച്ച് നോക്കാം. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എവിടത്തേക്ക് എത്തിക്കാൻ ചെയ്യേണ്ട വർക്കല്ലേ അല്ലേ? അപ്പം നമ്മൾ എന്താ കാര്യം ശ്രദ്ധിക്കേണ്ടത്? ചെറിയൊരു പ്രശ്നം അവിടെ വരും. എന്താണ് പ്രശ്നം? പുറമെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ. അപ്പോൾ പുറമേ നിന്ന് സർഫേസിൽ എത്തിക്കാൻ നമ്മൾ എന്തായാലും വർക്ക് ചെയ്യണം അല്ലേ? പിന്നെ സർഫേസിൽ നിന്ന് ഇവിടത്തേക്ക് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇൻസൈഡ് ദിസ് ഷെൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 അല്ലേ? അപ്പോൾ ആക്ച്വലി ഞാൻ ഇവിടെ ചാർജിനെ കൊണ്ടുവരുന്നതിനെ എനിക്ക് 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഞാൻ ആദ്യം ഇൻഫിനിറ്റിയിൽ നിന്നും സർഫേസിലേക്ക് ചാർജിനെ എത്തിക്കണം, അതിൻ്റെ വർക്ക്, പ്ലസ് സർഫേസിൽ നിന്ന് ഈ ഉള്ളിലത്തെ പോയിന്റിലേക്ക് എത്തിക്കണം, അതിനുള്ള വർക്ക് അല്ലേ? അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം ഈ ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഒരിക്കലും വി ഈ ഇന്നിട്ടിട്ട് ഇവിടെ ഈ ഇന്നിട്ടിട്ട് എഴുതരുത്, അത് തെറ്റാണ്. എന്താ? ഉള്ളിലത്തെ പൊട്ടൻഷ്യൽ ആണെങ്കിലും നമ്മൾ ഇൻഫിനിറ്റി എന്നാണ് കൊണ്ടുവരുന്നത്. സോ ഔട്ട്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട്, ഇൻസൈഡ് പൊട്ടൻഷ്യൽ, സോറി, ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. അത് രണ്ടും നമ്മൾ മൈൻഡ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാ? അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടെ എത്തിക്കാനുള്ളതാണ്. അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ ആദ്യം സർഫേസിൽ എത്തിക്കുന്നു, സർഫേസിൽ നിന്ന് നമ്മൾ ആറിലേക്ക് പോകുന്നു അല്ലേ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു സർഫേസിലേക്ക് എത്രയാ ഡിസ്റ്റൻസ്? ക്യാപിറ്റൽ ആർ അല്ലേ? ആർ ഇ ഡോട്ട് ഡി എൽ. ഇനി പുറമേ ഇവിടെ എത്തിക്കാൻ നമ്മൾ ചെയ്യേണ്ട വർക്ക് ഏത് ഇലക്ട്രിക് ഫീൽഡിനെതിരെയാ? ഈ ഔട്ട്സൈഡ് അല്ലേ, പുറത്തൂടല്ലേ കൊണ്ടുവരുന്നത്. സോ ദിസ് ഈസ് ഈ ഔട്ട്സൈഡ്. ഓക്കെ, പ്ലസ് ഏത് അടുത്ത സർഫേസിന് ഉള്ളിലേക്ക് പോകാനുള്ളത്. അപ്പം മൈനസ് ഇൻ്റഗ്രൽ ക്യാപിറ്റൽ ആർ ടു സ്മോൾ ആർ ഈ ഇൻസൈഡ് ഡോട്ട് ഡി എൽ. അപ്പം ഇവിടെയേ ഈ ഇൻസൈഡ് ഉള്ളൂ. ഇതാ ഇവിടെ മുതൽ ഇവിടം വരുത്തിക്കാൻ വേണ്ട വർക്ക് അതെന്താണ്? ഈ ഇൻസൈഡാണ്, ഈ ഭാഗത്തുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. പക്ഷേ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഈസ് 0. ഓക്കെ, ഇതെന്താണ്? 0 ആണ്. സോ ഈ പാർട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പാർട്ട് എന്താണ്? 0 ആണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ പാർട്ട് 0, ദിസ് ഈസ് 0. അങ്ങനെയാണ് എന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ക്യാപിറ്റൽ ആർ ഇ ഡോട്ട് ഡി എൽ. ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇത് നമ്മൾ ചെയ്തല്ലേ? ഇത് ശരിക്കും ഇൻഫിനിറ്റി നിന്ന് ആറിലേക്ക് കൊണ്ടുവരുന്നതാണ് അല്ലേ? ഇൻഫിനിറ്റി നിന്ന് ആറിലേക്ക് എന്ന് പറഞ്ഞാൽ സർഫേസിലെ പൊട്ടൻഷ്യൽ തന്നെയാണ് ഉള്ളിലുള്ള ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലായത് അല്ലേ? വി ഇൻസൈഡ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ക്യാപിറ്റൽ ആർ ഈ ഔട്ട്സൈഡ് ഡോട്ട് ഡി എൽ. ഈ ഭാഗം 0 ആണ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഇല്ലാത്തതുകൊണ്ട്. അതിനർത്ഥം എന്താ? നിങ്ങളൊരു ചാർജ്ഡ് ഷെൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സർഫേസിലേക്ക് ചാർജിനെ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യണ്ടു അല്ലേ? ഈ സർഫേസിൻ്റെ ഉള്ളിൽ, ഷെല്ലിൻ്റെ ഉള്ളിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തത് കൊണ്ട് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എന്ത് ചെയ്യണ്ട? നിങ്ങൾ വർക്ക് ചെയ്യേണ്ട. ദാറ്റ് മീൻസ് ഇതിനുള്ളിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. സർഫേസിൽ എത്രയാണോ പൊട്ടൻഷ്യൽ ഉള്ളത് അതേ പൊട്ടൻഷ്യലാണ് ഷെല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഈ സർഫേസിൻ്റെ പുറത്ത് എത്രയാണോ പൊട്ടൻഷ്യൽ അത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഓരോ പോയിന്റിലും ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഇക്യൂ പൊട്ടൻഷ്യൽ പ്ലേസ്. അപ്പോൾ അത് ഈ സ്ഥലം മുഴുവൻ എന്താണ്? ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ പ്ലേസ് ആണ്. ഓക്കെ, കാരണം എല്ലാ പോയിന്റിലും നിങ്ങൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും സർഫേസിലെ വാല്യൂ എത്രയാണോ പൊട്ടൻഷ്യലിൻ്റെ കാര്യമാണ് അതേ വാല്യൂ ആണ് ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ, അത് നമുക്കിപ്പോൾ മനസ്സിലായി. കാരണം ഈ പാർട്ടൊക്കെ 0 ആയല്ലോ. അപ്പോൾ സർഫേസിൽ എത്തിക്കുന്ന വർക്കേ ഉള്ളൂ. ദാറ്റ് മീൻസ് സർഫേസിലെ പൊട്ടൻഷ്യൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഷെല്ലിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ പാർട്ട് ഇതാ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എന്താണ്? ഇതിൻ്റെ സർഫേസിലെ പൊട്ടൻഷ്യലാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ, ദേ ആർ സെയിം, ദേ ആർ ഇക്വിപൊട്ടൻഷ്യൽ പ്ലേസ് അല്ലേ? ഇത് ഇക്വിപൊട്ടൻഷ്യൽ പ്ലേസ് ആണ്. റൈറ്റ്, അല്ലെങ്കിൽ സർഫേസിനെ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് എന്ന് പറയാം. നമുക്ക് ഒരേ പൊട്ടൻഷ്യലുള്ള സ്ഥലമാണിത് അല്ലേ? ക്ലിയർ അല്ലേ? സോ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആയ കാര്യം വി ഇൻസൈഡ് എന്ന് പറയുന്നത് വി സർഫേസ് ആണ്. ഓക്കെ, ഇത് എത്രയായിരുന്നു കിട്ടിയത്? ഓർമ്മ ഉണ്ടോ? അതിൻ്റെ വാല്യൂ എത്രയായിരുന്നു? സർഫേസിലെ വാല്യൂ എത്രയായിരുന്നു? യെസ്, സിഗ്മ ആർ ബൈ എപ്സിലോൺ 0 അല്ലേ? ക്ലിയർ? റൈറ്റ്.
അപ്പോൾ ഇക്കാര്യം ഓർമ്മിച്ചോളുക. ഓക്കെ, ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു കാര്യമാണ് അല്ലേ. ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിലും പൊട്ടൻഷ്യൽ ഉണ്ട്, അത് സർഫേസിൻ്റെ വാല്യൂവിന് ഈക്വൽ ആണ്. ഒരു ചെറിയ കാര്യയുടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈഡപ്പ് ചെയ്യാം. ഓക്കെ, യു ലിസൺ. ഇത് മൈക്കാണേ. ഞാൻ നിങ്ങൾക്ക് പുതിയ 2 ഇക്വേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ അടുത്ത സെക്ഷൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് കാണാം. ഓക്കെ, ഈ ലാപ്ലാസ് ഇക്വേഷനിലേക്ക് എത്താൻ പോവാണ്. പോയിസൺസ് ഇക്വേഷനും ലാപ്ലാസ് ഇക്വേഷനും പറയാൻ പോകുന്നത്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പോയിസൺസ് ഇക്വേഷൻ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. റൈറ്റ്, പിന്നീട് ബൗണ്ടറി കണ്ടീഷൻ, കണ്ടക്ടേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതോടുകൂടി ചാപ്റ്റർ ക്ലോസ് ചെയ്യും. സോ ലിസൺ. എനിവേ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ഇക്വേഷൻസ്, വളരെ പ്രധാനപ്പെട്ട 2 ഇക്വേഷൻസ് ആണ് ഞാനിവിടെ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. സിമ്പിളാണ്, ബട്ട് എന്താ കുഴപ്പം, ദേ ആർ ഇമ്പോർട്ടൻറ്റ് ടു അസ്. ലാപ്ലാസസ് ഇക്വേഷൻ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ലിസൺ. അതൊക്കെ എന്താണ് പ്രധാനം എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും. നൗ നമുക്ക് ആ 2 ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഫൈൻ, നിങ്ങൾ നോക്കുക. ഗോസ് ലോയുടെ ഡൈവേർജൻസ് ഫോം എന്തായിരുന്നു? യാ, യു സെറ്റ് ഇറ്റ്. എന്താണ്? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 അല്ലേ. ഇതായിരുന്നില്ലേ ഗോസ് ലോയുടെ ഡൈവേർജൻസ് ഫോം, സോറി ഗോസ് ലോയുടെ ഡിഫറൻഷ്യൽ ഫോം അല്ലേ. നമ്മൾ ഇൻ്റഗ്രൽ ഫോമിൽ നിന്ന് ഡൈവേർജൻസ് തിയറം ഒക്കെ ഉപയോഗിച്ച് മാറ്റിയെടുത്ത ഫോം അല്ലേ. ഇത് ഓർമ്മയില്ലേ? ഇതൊന്നും ഓർമ്മയില്ല എങ്കിൽ ഇറ്റ് ഇസ് ടു ബാഡ്. അപ്പോൾ ഓക്കെ, നൗ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇലക്ട്രിക് ഫീൽഡ്, പൊട്ടൻഷ്യലിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഒരു ഇക്വേഷൻ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ് ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് മൈനസ് ഡെൽ വി അല്ലേ. നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ് ആര്? ഇലക്ട്രിക് ഫീൽഡ്. പൊട്ടൻഷ്യൽ ഈസ് എ സ്കേലാർ. അതിനാൽ നമ്മൾ ഗ്രേഡിയൻറ്റ് കാണുമ്പോൾ നമുക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള വെക്റ്റർ ഫീൽഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അതതിൻ്റെ ബ്യൂട്ടി അല്ലേ. ഒന്നാക്കി നോക്ക് നിങ്ങൾ, പൊട്ടൻഷ്യൽ മാനിപ്പുലേഷൻ അല്ലേ. നിങ്ങൾക്ക് ഒരു സ്ഥലത്തുള്ള പൊട്ടൻഷ്യൽ കാണണം, ഡിഫറെൻറ്റ് ചാർജ് കൊണ്ടുള്ളത്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം പൊട്ടൻഷ്യൽ സ്കേലാർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും പൊട്ടൻഷ്യൽ നേരിട്ട് അങ്ങ് ആഡ് ചെയ്താൽ മതി അല്ലേ. ഡയറക്ഷനും ഇവിടെ ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ നമ്മളെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ആ പൊട്ടൻഷ്യലിൻ്റെ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് എടുത്താൽ നിങ്ങൾക്ക് വെക്റ്റർ ഫീൽഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി. ഓക്കെ, സോ എനിവേ ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ഡെൽ വി എന്നുള്ള ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുവാണ്. യു ജസ്റ്റ് ടേക്ക് ദിസ് ഇക്വേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. എന്താ കിട്ടുക? എടുത്തിട്ട് ഇവിടത്തേക്ക് കൊടുക്കുക. ഡെൽ ഡോട്ട് ഇ, ഇ അല്ലേ, ഇ എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽ വിയാ, മൈനസ് ഡെൽ വി ഒരു ബ്രാക്കറ്റ് ഇട്ടു ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ഡെൽ ഡോട്ട് ഡെൽ വി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പാഠം മര്യാദയ്ക്ക് പഠിക്കണം എന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇത് വെക്റ്റർ അനാലിസിസ് അല്ലേ. ഡെൽ ഡോട്ട് ഡെൽ വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു ഒരു മൈനസ് ഉണ്ടല്ലോ, അതിനിപ്പുറത്തേക്ക് എടുത്തോ, മൈനസ് റോ ബൈ എപ്സിലോൺ 0 അല്ലേ. സോ നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് നമ്മൾ ഇപ്പം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അഥവാ ഇതിനെ നമ്മൾ വിളിക്കും പോയ്സൺസ് ഇക്വേഷൻ. എന്താ വിളിക്കുക? പോയ്സൺസ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഫൈൻ. നൗ ഒരു സ്പേസിൽ ചാർജ് ഇല്ലെന്ന് വിചാരിക്കുക. ഓക്കെ, ചാർജ് ഇല്ലാത്തൊരു സ്പേസിലാണ് നിങ്ങൾ ഡെൽ സ്ക്വയർ വി കാണുന്നെങ്കിൽ റോ 0 അല്ലേ. റോ 0 ആണ്, 0 ബൈ എപ്സിലോൺ 0 0 ആണ്. സോ ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു എന്താവും? 0. ഓക്കെ, സ്പേസിലെ ചാർജ് ഡെൻസിറ്റി 0 ആണെങ്കിൽ തീർച്ചയായിട്ടും ഡെൽ സ്ക്വയർ വി എന്താണ്? 0 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 0 വരും. അഥവാ ഇതാണ് ആര്? ലാപ്ലാസ് ഇക്വേഷൻ. ക്ലിയർ? അപ്പോൾ 2 ഇക്വേഷനും ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സ്പെറിക്കൽ ഷെൽ ഔട്ട്സൈഡ് സർഫേസ് ഇൻസൈഡ് അല്ലേ. പിന്നീട് ലാപ്ലാസസ് ഇക്വേഷൻ ആൻഡ് പോയ്സൺസ് ഇക്വേഷൻ ആൻഡ് ലാപ്ലാസസ് ഇക്വേഷൻ അല്ലേ. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാണെന്ന് വിചാരിക്കുവാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലാപ്ലാസസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഈ ലാപ്ലാസ് ഇക്വേഷൻ ഇപ്പോൾ ഡെൽ സ്ക്വയർ വി, ഡെല്ല് അത് ഡിഫറൻഷ്യൽ ഫോമിലുള്ളത്, ഇതിൻ്റെ ഒരു ഇൻ്റഗ്രൽ ഫോം ഉണ്ടാക്കണം. ബൗണ്ടറി കണ്ടീഷനിലേക്ക് കടക്കണം അല്ലേ. സോ സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.